മോനെ, അമ്പൂറ്റിയെ പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാൻ കേട്ടോ. ദുസ്വപ്നങ്ങളൊന്നും കാണല്ലേ, പഠിക്കാൻ ബുദ്ധി തരണേ, അച്ഛനും അമ്മയ്ക്ക് നല്ലത് വരുത്തണേ എന്നൊക്കെ പ്രാർത്ഥിക്കണേ. കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കിടന്നു. ഓ ഭഗവാനെ, ആരുടെ മാർക്കറ്റ് കുത്തനെ കൂടണം. പത്രം വായിച്ച അത്ര തന്നെ കൃഷിയില്ല, കൃഷിക്കകത്ത് പാചകവാതകം. എന്താ പറയുന്നേ, വയ്യാന്ന് പറഞ്ഞ തങ്കബലേ കിട്ടവരാതെ തങ്കബലേ. സ്വിറ്റ്സർലാൻഡിൽ പോകണം, സ്വിറ്റ്സർലാൻഡിൽ പോയി സ്വിസ് എടുക്കണം, ഗ്രീൻലാൻഡിൽ പോയി ഗ്രീൻ എടുക്കണം, ഐസ്ലാൻഡിൽ പോയി ഐസ് എടുക്കണം, എന്നിട്ട് മീനകത്ത് പൊട്ടിച്ചിടണം, ഫ്രീസറിനകത്ത് ഐസില്ല, കറണ്ടില്ല, മന്ത്രിസഭ എന്തോ കാണിക്കണം. തങ്കബലേ കിട്ടവരാതെ. ശരി എന്നാ ശരി. ആഹാ, ഇത്രയൊക്കെ ഒച്ച കേട്ടിട്ടും ഇന്നിട്ടില്ല. കൊള്ളാം. ഡേ മോളെ, മീനു, ഓ മീനു മോളെ. മോളെ, നിന്നെ എണ്ണിപ്പിക്കാനുള്ള വഴി എനിക്കറിയാം കേട്ടാ, ശരിയാക്കി തരാം. ഇന്ന് സ്കൂളിൽ പോകണ്ട, മോള് കിടന്നുറങ്ങിക്കോ കേട്ടോ. പോനെ വാതിലടച്ചേക്കുവാ. ഫ്രിഡ്ജ് ഊരിയിട്ടേക്കുവാ. ഗ്യാസ് ഓഫാ. മോട്ടർ നിർത്തിയേക്കുവാ.
മിനിറ്റ്, വെളിയിലത്തെ പരസ്യമൊന്നും പറയാൻ വന്നതല്ല, എൻ്റെ സ്വന്തം ഒരു കാര്യം ഞാൻ അറിയിക്കാൻ വന്നതാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ വീട് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ കട്ടള, ജനൽപ്പാളികൾ, കതക് എന്നിവ ഞങ്ങളുടെ യൂണിറ്റിൽ, അതായത് ഞങ്ങളുടെ മില്ലിൽ അറുത്ത് മാനുഫാക്ചർ ചെയ്ത് ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട്. അതും സാധാരണ രീതിയിലല്ല, നല്ല ക്വാളിറ്റിയുള്ള, നല്ല കാതലുള്ള ആഞ്ഞിലി, ഈട്ടി, പ്ലാവ്, തേക്ക് എന്നീ തടികളെടുത്ത് അറുത്ത് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ മതി. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. 15 വർഷം വരെ ഞങ്ങൾ വാറണ്ടി നൽകുന്നുണ്ട്. മനുഷ്യന്മാരും മൃഗങ്ങളും എല്ലാം ഒരുപാട് പല പല ഗ്രൂപ്പുകളിലാണ് താമസിക്കുന്നത്. നമ്മൾ മനുഷ്യന്മാരുടെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഫാമിലി. അച്ഛൻ, അമ്മ, കുഞ്ഞിൻ്റെ അനിയനൊക്കെ ഇല്ലേ, അതാണ് ഫാമിലി. അതുപോലെ തന്നെ ലയൻ ഉണ്ട്. ഇത് കണ്ടോ, അമ്മ ലയൻ, അച്ഛൻ ലയൻ, കുഞ്ഞ് ലയൻ. ഈ ലയന് പ്രൈഡ് എന്നാണ് പറയുന്നത്. പിന്നെ കൗവില്ലേ, കൗ നോക്കിക്കേ, 1 കൗ, 2 കൗ, 3 കൗ, 4 കൗ, 5 കൗ, 6 കൗ. ഈ കൗ എല്ലാം കൂടെ ഹേർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ മോൻ ഇത് ഓരോ സ്പെല്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മ ബുക്ക് എടുത്ത് തരാം. കുഞ്ഞ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും സ്പെല്ലിങ്ങുകൾ കുഞ്ഞിത് നോക്കി ഇങ്ങോട്ട് എഴുതണം കേട്ടോ. എഴുതണം, മോനെ. എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നേ? കൊള്ളാം. ഞാൻ ആരോടായി വേദാന്തം ഓതിയത്? കണ്ണു തുറന്ന് വെച്ചുറങ്ങുന്നു. ആരാടാ, ഡോൾഫിൻ്റെ കുഞ്ഞോ? കൊള്ളാം, നീ എടുത്തുകൊണ്ട് കിടക്കാം. ഹലോ, പറ. അതെ, ഇന്ന് രാവിലെ ക്ലാസ്സിന് പോയതാ. ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് ഭയങ്കര ക്ഷീണം. നാളെ രാവിലെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ശരി, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. കിടക്കട്ടെ. ഇൻസ്റ്റയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് കിടക്കാം. അയ്യോ, 4 മണിയോ? എനിക്ക് 5 മണിക്ക് എണീക്കാണോ? ദൈവമേ, എനിക്ക് വയ്യ. സാരമില്ല,
1 മണിക്കൂറുണ്ട് കട്ടയ്ക്ക് കിടന്നുറങ്ങാം. ആ പകുതിക്ക് വെച്ച റീൽ കണ്ടിട്ട് കിടക്കാം. കുഴപ്പമില്ല, എത്ര സെക്കൻഡല്ലേ ഉള്ളൂ. അമ്മ അമ്മ നിങ്ങൾക്കൊന്നും എന്നെ ഒരു വിലയുമില്ല. എന്താ? ടീച്ചർ പറഞ്ഞു ഞാൻ ഒന്നും പഠിക്കത്തില്ലെന്ന്. ഞാൻ ഇന്ന് ദിവസം നിറച്ച് പഠിത്തമായിരിക്കും. പഠിത്തം എന്ന് വെച്ചാൽ പഠിത്തം. ഞാൻ ഫുഡ് കഴിക്കത്തില്ല, ഒന്നും കഴിക്കത്തില്ല, നിറച്ച് പഠിത്തമായിരിക്കും. ഓ അമ്മ TV ഒന്ന് ഓഫ് ചെയ്യാം, മനസ്സുമാരെ ഒന്ന് പഠിക്കട്ടെ. ഓ ഉത്തരവ്. പഠിച്ചോ. ദൈവമേ എനിക്ക് പഠിക്കാൻ ബുദ്ധരണേ. കൊള്ളാം. ഇപ്പം എങ്ങനെ ഇരിക്കണ്? എന്തൊക്കെയായിരുന്നു? ദൈവമേ, അക്ഷരത്തിൽ തട്ടി തല വല്ലതും മുറിഞ്ഞു വന്നു. എന്തുവാ ഇത്? സോറി അമ്മ. മനുഷ്യനെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കോ? എന്തുവാ ഇത്? ഒന്നുമില്ല, ഞാൻ ശ്വാസം വിട്ടതാണേ. അങ്ങനെ നാളെ ഇനി രാവിലെ പോകണം. രാവിലെ പോകണമെങ്കിൽ ഒരു 6 മണിയാകുമ്പോഴെങ്കിലും എണീക്കണം. അല്ല നോക്കാലോ, 6 മണിക്ക് എണീക്കണമെങ്കിൽ മിസ്സാക്കരുത്, ഒരവസരവും മിസ്സാക്കരുത്. ഭഗവാനേ. രാവിലെ ആയോ? രാവിലെ ആയോ? അലാറം എന്തേ? അലാറം അടിച്ചില്ലേ? അടിച്ചായിരുന്നോ? അതൊക്കെ അമ്മയുടെ കൊച്ചിലെ. ഇത്രയും ഡ്രസ്സ് ഒന്നും അമ്മയ്ക്കില്ലായിരുന്നു. മോക്ക് എന്തൊരു ഭാഗ്യവാ അല്ലേ മോളെ? അങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ കാട്ടിക്കൂടി ഇങ്ങനെ നടക്കുമായിരുന്നു. നടന്ന് റോഡിൽ സൈഡിൽ ഇങ്ങനെ എത്തിയപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു പുഴ. ആ പുഴയിലൊരു രാക്ഷസൻ ഇരുന്ന് മോളെ അപ്പൂപ്പൻ വന്നു. എന്നെ ഇപ്പൊ തട്ടി വീഴ്ത്തുവല്ലോടാ ചുമ്പടി. മോളെ